സ്വന്തം വീടാണെങ്കിലും വാടക വീടാണെങ്കിലും കല്യാണം കഴിഞ്ഞ് അകത്തേക്ക് കയറി വരുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. വരന്റെ അമ്മ നിലവിളക്ക് കത്തിച്ചു നൽകി വധുവിനെ സ്വീകരിക്കണമെന്നാണ്. എനിക്കെങ്ങനെ ബന്ധുക്കളായിട്ട്? അല്ല, ഇവിടിപ്പോ ചെക്കനെയും പെണ്ണിനെയും അങ്ങനെ വിളക്ക് കൊടുത്ത് കയറ്റാൻ പറ്റുന്ന ആരുമില്ല. അപ്പൊ പിന്നെ നമ്മൾ അതൊക്കെ നോക്കണോ? നോക്കണം. ചെറുക്കന്റെ അമ്മയില്ലെങ്കിൽ ചെറുക്കന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്റെ ഭാര്യ അത് ചെയ്യും. ഞങ്ങൾക്കോ ദൈവം ഒരു ആന്തരിക തന്നിട്ടില്ല. ഇങ്ങനെ ഒരു ചടങ്ങ് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ ചെയ്യാനും പറ്റില്ല. ഈ ഒരു ചടങ്ങ് അവളങ്ങ് ചെയ്യട്ടെ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാനും അനുഗ്രഹിക്കാം. എന്താ നോക്കിയിരിക്കാ? ഓടിപ്പോയി വിളക്കത്തിച്ചിട്ട് പാടി. ചടങ്ങ് ചടങ്ങിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ. ആരുമില്ലാന്ന് പറയുന്ന പ്രകാശിന്റെ സങ്കടം അങ്ങ് മാറട്ടെ. ഒരൊറ്റ നിമിഷം കൊണ്ടാ പ്രകാശന് അച്ഛനെയും അമ്മയും ഒരു പെങ്ങളെയും കിട്ടിയത് അല്ലേ? അധികത്താ ഇനി ഇവർക്ക് മധുരം കൊടുക്കണം. മധുരം ഉള്ളത് എന്തോ ആവാം. ലഡു ആയല്ലോ. ആയിക്കോട്ടെ, എടുത്തോണ്ട് വാ. സബ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഞാൻ ആ തിരക്കിനടി മറന്നുപോയതാ. എന്തായാലും അത് ഇവിടെ കൊടുക്കാൻ സാധിക്കുമല്ലോ. എടാ, നോക്കി നിൽക്കാൻ വന്നാ പിന്നെ വണ്ടി എടുത്തിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും വന്ന കാലം നിൽക്കാതെ അവിടെ ഇരിക്കേ. പിടിച്ചിരുത്തടി. ഇരുത്ത്. വന്നിരിക്കുമോളെ. ഇരിക്കുമോളെ. പ്രകാശ് ഇരിക്കേ. ലഡു റെഡി. ശിവ, നീയാണ് ആദ്യം കൊടുക്കേണ്ടത്. എടാ, വാ തുറക്കണം കമല. വിവാഹ ചടങ്ങുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് ആകണമെങ്കിൽ 1 മാസത്തെ സമയം വേണം. അതുവരെ രണ്ടുപേരും 2 സ്ഥലത്തായിട്ട് താമസിക്കണം. പിന്നെ പ്രകാശൻ മധുരയിലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത ശേഷം അവിടെ ഒരു വീടെടുക്കും. എന്നിട്ട് ചന്ദ്രയങ്ങ് കൊണ്ടുപോയിക്കോ. അതുപോലെ അല്ലടാ? അങ്ങനെ ചെയ്യാം. എന്തായാലും 1 മാസത്തെ സമയമുണ്ടല്ലോ. അതിനുള്ളിൽ തന്നെ ഞാൻ എല്ലാം ശരിയാക്കാം. നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങേണ്ടത് ഇവിടെയല്ല, അങ്ങ് മധുരയിലെ വീട്ടിലായിരിക്കണം. അപ്പോ 2 പേർക്കും അഡ്വാൻസായി നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ശരി ശരി, ഞാൻ ഇപ്പൊ വരാം. എന്താ ശിവ? അല്ല ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ ഒന്ന് പോണം. ശ്യാമേ,
അമ്മ പോയപ്പോ വല്ലാത്തൊരു ശൂന്യതയായല്ലേ. ശരിയാ, വീട് ഉറങ്ങിയെന്ന് തന്നെ പറയാം. അമ്മയുടെ ലോകമായിരുന്നു ഇത്. എന്റെ ഓർമ്മ മുതല് അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഒരിടത്തേക്ക് അമ്മ പോവാറില്ല. ഹോട്ടലിൽ പണിയുള്ളതുകൊണ്ട് സ്വന്തക്കാരുടെ കല്യാണം വന്നാൽ പോലും അമ്മ പോയിട്ട് അപ്പൊ തന്നെ തിരികെ വരും. അധികം താമസിക്കുന്നത് അത്ര അത്യാവശ്യം വന്നാൽ മാത്രമാ. ആ അമ്മയാ കുറെ നാളത്തേക്ക് വീട് വിട്ട് നിൽക്കാനായി പോയിരിക്കുന്നെ. അമ്മയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ. വല്യച്ചി, ഈ അടുത്ത കാലത്ത് അമ്മയെ കാണാൻ വന്ന ആ സ്ത്രീ ആരാ? അവരമ്മയെ കാണാൻ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. വാതിലടച്ചിരുന്ന് സംസാരിക്കുക, വാതിൽ ലോക്ക് ചെയ്തിട്ട് പോവുക. നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന എന്തൊക്കെയോ അമ്മ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. വല്യച്ചി, അമ്മ വരുത്തി വെച്ച് തന്നെയാ അമ്മ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം. എവിടെയാണെങ്കിലും അസുഖങ്ങളെല്ലാം മാറി സുഖമായ മതിയായിരുന്നു. പഴയ ശാരദമ്മയായി കുടുംബശ്രീ ഹോട്ടലിലേക്ക് അമ്മ തിരിച്ചു വരണം. നമ്മളൊക്കെ ഈ വഴിയമ്പലത്തിൽ വന്നു നിന്ന് പോകുന്ന വഴിയാത്രക്കാര് മാത്രമാ. ഇതൊരിക്കലും അമ്മ നടത്തിക്കൊണ്ടു പോകുന്നത് പോലെ നമുക്ക് നടത്താൻ പറ്റില്ല. വരട്ടെ, 2 ദിവസം കഴിയുമ്പോൾ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കണം. അമ്മയുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ നമുക്കും ഒരു സമാധാനമാവുമല്ലോ. അതെ.